ആക്ടിങ് പല വിധത്തിലുണ്ട്. നമ്മുടെ ഡ്രാമാറ്റിക് ആക്ടിംഗ് ഉണ്ട്, സീരിയൽ ആക്ടിംഗ് ഉണ്ട്, സിനിമാറ്റിക് ആക്ടിംഗ് ഉണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ആക്ടിംഗ് ഉണ്ട്. അപ്പം ഈ ആക്ടിങ്ങിലൊക്കെ എന്താണ് ഒരു പ്രത്യേകത എന്നുള്ളതും പിന്നെ എങ്ങനെയാണ് നമുക്കൊരു നല്ലൊരു ആർട്ടിസ്റ്റ് ആകാൻ പറ്റുക എന്നുള്ളതിൻ്റെയൊക്കെ ടിപ്സുകളും പരിപാടികളൊക്കെയാണ് ഞാനിപ്പം ഇനി വരാൻ പോകുന്ന വീഡിയോസിലും ഈ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നത്. അപ്പം പേഴ്സണലി ആർക്കെങ്കിലും ആക്ടിങ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ. എന്റെ നിന്റെ സ്വഭാവം ഒന്നല്ല, ചേച്ചിയുടെ സ്വഭാവം നമുക്കെല്ലാവർക്കും പല 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 ഡൈമെൻഷൻസ് ആണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്നാന്നറിയാം, നമ്മുടെ ഫീലിങ്സ്. എത്ര തരം ഫീലിങ്സ് ഉണ്ടെന്നറിയാം? ഒരുപാട് തരമുണ്ട്. ഒറ്റ ഫീലിങ്സ് ഉള്ളു, സന്തോഷം. സന്തോഷം എന്ന് പറയുന്ന ഒറ്റ ഫീലും. പിന്നെ അത് കുറയുമ്പോഴാ ഈ സന്തോഷം 100 ആണെന്ന് വെച്ചു, സന്തോഷം 90ലേക്ക് എത്തുമ്പോൾ സങ്കടം തോന്നും. സന്തോഷം എന്ന് പറയുന്നത് 90 80ലേക്ക് എത്തുമ്പോൾ ടെൻഷൻ തോന്നും. സന്തോഷത്തിന്റെ പിന്നെ പിന്നെ താഴോട്ട് പോകുന്നതോറും ഓരോരോ ഇമോഷൻസാ. ഇനി പിന്നെ ഉള്ളത് ഈ സന്തോഷത്തിന്റെ അളവ് കൂടുതലാണ്. സന്തോഷം ഒരു 200 എന്ന് പറയുമ്പോൾ ആഹ്ലാദത്തിലേക്ക് പോകും, ആർമാദത്തിലേക്ക് പോകും, പ്രണയത്തിലേക്ക് പോകും. അങ്ങനെ 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 ഈ സന്തോഷം മാത്രമേ ഒറ്റ ഫീലേ ഉള്ളൂ. ഇതിന്റെ അളവാ പറയുന്നത്. ഇപ്പൊ നിനക്ക് സങ്കടം വരുമ്പോൾ നീ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, സങ്കടം പറയുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞു. സ്വന്തം അമ്മാവൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അമ്മാവൻ ആശുപത്രി കിടക്കുമ്പോൾ സങ്കടം വരുമ്പോൾ? ആ അമ്മാവന്റെ അസുഖം. ആ അമ്മാവൻ എന്ന് പറയുന്ന വ്യക്തി നിന്നെ തന്റെ താലോലിച്ച് വളർത്തിയ ഒരാളാണെന്ന് കരുതുക. പുള്ളി നിന്നെ സഹായിക്കുന്നുണ്ടെന്ന് കരുതുക. എന്തിനു വേണ്ടിയിട്ട്? ഈ സഹായം എന്ന് പറയുന്നത് എന്തുവാ? സന്തോഷത്തിന് വേണ്ടിയിട്ട്. നിനക്ക് സങ്കടം വരുമ്പോൾ എല്ലാവരുടെ സഹായിക്കുന്നു. നീ ഒരു കല്ലെടുത്ത് മേലോട്ട് വെക്കുമ്പോൾ നിനക്ക് കല്ല് വെക്കാനുള്ള വെയിറ്റ് നിന്റെ ശരീരത്തിന് പറ്റുന്നില്ല. അപ്പൊ വേറൊരാളുടെയും കൂടി സഹായം കിട്ടുകയാണ്. അപ്പൊ ഈ കല്ല് നിനക്ക് സുഖകാരകമായി. അപ്പൊ നമ്മളവിടെ എന്താ വേർഡ് ഉപയോഗിച്ചേക്കണം? സുഖം. ഈ സുഖം എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗം? സന്തോഷത്തിന്റെ ഭാഗം. അപ്പൊ നമുക്ക് ആ പെയിൻലെസ് ആയിട്ട് ഈ സാധനം വെക്കാൻ ഈ പുള്ളിയുടെ ഒരു ഹെൽപ്പ് വന്നപ്പോ ആ ഹെൽപ്പിന്റെ മെമ്മറീനെയാണ് ഈ സുഖമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഈ അമ്മാവൻ ഹോസ്പിറ്റലിൽ കിടക്കാന്ന് പറയുമ്പോഴത്തേക്കും നിനക്ക് എന്താ സംഭവിക്കുന്നത്? അമ്മാവൻ പെയിൻ അനുഭവിച്ചിട്ടുണ്ട്, നിനക്ക് പുള്ളിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ ഡോക്ടറല്ല, ഡോക്ടറാണ് നിനക്ക് ഈ സങ്കടം വരില്ല. കാര്യം അതിന്റെ റൂട്ട് നിനക്കറിയാം. നീ ഡോക്ടറല്ല. അപ്പൊ നിനക്ക് മിസ്സിംഗ് ആണ്. എന്ത്? മെമ്മറി മിസ്സിംഗ് ആണ്, അറിവ് മിസ്സിംഗ് ആണ്. അപ്പൊ അമ്മാവൻ അവിടെ കിടക്കുന്നു. ഈ അമ്മാവൻ എന്തെങ്കിലും സംഭവിച്ച ആള് ഡെഡ്ഫുൾ ആകുമെന്നുള്ള മെമ്മറിയോ വിഷ്വലോ പെട്ടെന്ന് വരും. ഏത് മെമ്മറിയിലേക്ക്? പുള്ളി മരിച്ചു കിടക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് മരിക്കും എന്നുള്ളൊരു തോന്നലൊക്കെ വരില്ലേ? അങ്ങനെ തോന്നൽ വരുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന രീതിയിൽ പിന്നെ സന്തോഷമില്ലല്ലോ. പിന്നെ സന്തോഷമില്ല. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന വികാരമാണ് സന്തോഷമില്ലായ്മ. ആ വികാരത്തിനെയാണ് നമ്മൾ സങ്കടം എന്ന് വിളിക്കുന്നത്, ഒരു പേരിട്ട് വിളിക്കുന്നത്. ആക്ച്വലി അത് ഈ പറയും പോലെ സത്യത്തിലാണെന്ന് പറഞ്ഞാൽ സന്തോഷമില്ലായ്മ എന്നാണ് ശരിക്കുള്ള പേര്. നമ്മളതിന് സന്തോഷമില്ലായ്മ എന്നും സന്തോഷം 100% കുറഞ്ഞു എന്നും സന്തോഷം 200% കുറഞ്ഞു എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയും? മനസ്സിലായി? ഒരു ആശുപത്രി കിടക്കുമ്പോൾ എന്റെ അമ്മാവൻ ആശുപത്രി കിടക്കുകയാണ്, എനിക്ക് സന്തോഷം 30% കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളവിടെ സങ്കടം എന്ന് പറയുന്ന ഒരു പുതിയ ലിപി കൊടുത്തു. അപ്പൊ ഏത് ലെവലിൽ നിന്നിട്ടാണ് പറയുന്നതെന്ന് നമ്മളെങ്ങനെ അറിയും? അപ്പൊ ആ ക്യാരക്ടർ എന്താണെന്നാണ് ആദ്യം പഠിക്കേണ്ടത്. അതായത് ക്യാരക്ടർ കഥയിൽ എന്തിനു വന്നു, ആ ക്യാരക്ടർ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ്. നീ ചിലപ്പോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നീ മൊത്തം കഥ നിനക്ക് അറിയാമായിരിക്കും. ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനാണ്. മൊത്തം കഥ നിനക്ക് അറിയാം. അപ്പൊ ഈ കഥ നിന്റെ മനസ്സിൽ ഓൾറെഡി പതിഞ്ഞു കഴിഞ്ഞു. കഥാപാത്രം തുടങ്ങി അവസാനിക്കുന്നവരെ പതിഞ്ഞു കഴിഞ്ഞു. ഫ്രണ്ടിൽ നിൽക്കുന്ന ക്യാരക്ടർ ആരാണെന്ന് നിനക്കറിയാം. പക്ഷെ സിനിമയെ കാണിക്കുന്നത് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന സീനാണ്. നിന്റെ ബ്രെയിനിൽ സ്ക്രിപ്റ്റിൽ നിനക്ക് അറിയാം ഇത് ആളാണ്, ഇത് സീതയാണെന്നും അല്ലെങ്കിൽ ഇത് ലക്ഷ്മിയാണെന്നും നീ സ്ക്രിപ്റ്റിൽ വായിച്ച് പഠിച്ചു. ലക്ഷ്മിയുടെ ക്യാരക്ടർ എന്താണെന്നും ഒക്കെ പഠിച്ചു.
പക്ഷെ സിനിമയിൽ ആദ്യമായിട്ട് നീ കാണുന്നവര് ഈ പഠിച്ചത് മൊത്തം മറക്കണം. മൊത്തം എങ്ങനെ മറക്കും? അപ്പൊ നമ്മുടെ ഓർമ്മയിലേക്ക് അത് എത്തിക്കാതെ നമുക്ക് മറക്കാനുള്ള കഴിവില്ലല്ലോ. നമ്മൾ വിചാരിച്ചാൽ നമുക്കൊന്നും മറക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബ്രെയിനെ പറ്റിക്കണം. ബ്രെയിനെ പറ്റിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ എല്ലാവരും നിൽക്കണോണ്ട് എന്ത് കാണുമ്പോൾ അങ്ങനെ ഗുരുങ്ങത്തില്ല. ആ, അതായത് നമുക്കറിയാവുന്ന സിറ്റുവേഷൻ അല്ലാതെ നമ്മുടെ ഫേസിലേക്ക് നമ്മുടെ കള്ളത്തരങ്ങളെ കൊണ്ടുവരിക. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും കള്ളന്മാരോട് പോലീസ് പറയും അഭിനയിക്കാതെ. കാര്യം എന്താ? റിയാലിറ്റിയിൽ ഇല്ലാത്ത സാധനത്തിന് നമ്മൾ ആക്ടിങ് എന്ന് പറഞ്ഞു. റിയാലിറ്റിയിൽ ഇല്ലാത്ത സാധനത്തിനെ ആക്ടിങ് എന്ന് വിളിച്ചിട്ട് ആക്ടിങ്ങിനെ റിയാലിറ്റി ആക്കി തെറ്റിദ്ധരിപ്പിച്ചാണ് ജനങ്ങളെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് മുതുഭ്രാന്തായി സിനിമ കാണാൻ പോക്കണല്ലേ. ഒരു സ്ക്രീനിൽ നോക്കിയിട്ട് അവിടെ ഒരു മനുഷ്യനില്ല. ഈ ആൾക്കാർ ഈ 10-20 ആൾക്കാർ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കൈയടിക്കുക എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർക്ക് ഭ്രാന്തൻ. അതുപോലെ തന്നെ ഇപ്പൊ ഇവര് നിങ്ങൾ തമ്മിൽ അഭിനയിക്കാൻ നിൽക്കും. നിങ്ങൾ തമ്മിൽ ഒരു ദേഷ്യവുമില്ല. സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിൽ ദേഷ്യപ്പെടുന്ന ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിനെ എടുക്കാൻ ഈ ദേഷ്യപ്പെടുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തല്ലേ? അല്ലേ? ലോജിക്കിന് നിരക്കാത്തതാണ് റിയാലിറ്റിയിൽ മനസ്സിലാക്കേണ്ടത്. ഈ ചെയ്യുന്ന കഥാപാത്രം എന്താന്ന്, അത് കഴിഞ്ഞ് മനസ്സിലാക്കേണ്ടത് ചെയ്യാൻ പോകുന്ന സിനിമ എന്താന്ന്, പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ കഥാപാത്രം എന്ത് സിറ്റുവേഷനിലാണ് ഈ ഡയലോഗുകൾ പറയാൻ പോകുന്നതെന്ന്. ഈ സാധനം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഡയലോഗും സീനും നിനക്ക് മനസ്സിലാക്കി ഒരാളോട് പെരുമാറാൻ പറ്റും. ചോദ്യത്തിന് ഉത്തരം കിട്ടി? അതാണ് നമ്മൾ ബേസിക്കലി വേണ്ടത്. ഇതെല്ലാവർക്കും ഒന്നും അറിയത്തില്ലായിരിക്കും. അതായത് ബാബാ പഠിക്കുന്നു. പറഞ്ഞു കൊടുക്കത്തില്ല. നാളെ കോൺഫിഡൻസിന് വരും വിദ്യാസത്തെ നാളെ ഇനി അടുത്ത പണിയണം. ചോദ്യം എന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിന്റെ ഒരു സംഭവം മനസ്സിലായിരുന്നു. ഇത് നിനക്കറിയാമായിരുന്നു? ആഗ്രഹമാണ് അഭിനയിച്ചൊക്കെ തകർത്ത് BMW മേടിച്ച് മുട്ടം വീടൊക്കെ വെക്കാം. അല്ലെ? നല്ലതാ കാര്യം. ലോകത്തിൽ ഇത്ര സാലറി കിട്ടുന്ന അവർ പണിയില്ല. വേറെ ഏത് പണിക്ക് പോയാലും ടെൻഷനാണ്. ഇപ്പം നമ്മൾ പറയും ഒരു കമ്പനിയുടെ CEO 1500 കോടി രൂപ ആസ്തിയുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ്. ആ CEOക്ക് ടെൻഷനാണ്. കാര്യം എന്താ? 12,000 സ്റ്റാഫിനെ നിയന്ത്രിക്കും. ഇവന്മാരെല്ലാം 100 സ്വഭാവക്കാരൻ. ആക്ടിങ്ങിനെല്ലാം ഒരു സുഖമില്ല, ഒരു ടെൻഷനും ഉണ്ടാവും. നേരെ വരിക, ആ ക്യാരക്ടറിന്റെ ടെൻഷൻ തന്നെയാണോ അത് കിട്ടിയിട്ട് ചെയ്യുക, പോവുക. എന്നിട്ട് ആ ക്യാരക്ടറിന്റെ ഇമോഷൻസിന് അച്ഛൻ ആ പുള്ളിയുടെ കരച്ചിലല്ലേ നീക്കറിയുന്നത്, നിന്റെ കരച്ചിലല്ലല്ലോ. അതുകൊണ്ട് നിനക്ക് രോഗം വരത്തില്ല. അതെ ടെൻഷൻ നിന്റെ അല്ലല്ലോ, അതാ ക്യാരക്ടറല്ലേ. ഈ ചില മണ്ടന്മാരുണ്ട്, ചില ക്യാരക്ടർ അഭിനയിക്കുമ്പോ അത് അവനവൻ എങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് കരുതി അഭിനയിക്കും. അത് മണ്ടത്തരം. അതിനെ തന്നെ പിടിക്കണം. അത് മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അത് പിടിച്ചാൽ നിനക്ക് അസുഖം വരും. ശരിയാവത്തില്ല. അല്ല, ശരിയാവുകയൊക്കെ ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് സിനിമകൾ കാണുമ്പോൾ നിനക്ക് ചിലപ്പോ ആസിഫ് അലി അല്ലെ ബിജുമേനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ചില സിനിമയിൽ അവരുടെ പേര് പോലും നമുക്ക് ഓർമ്മ വരില്ല. ബിജുമേനായിട്ട് അല്ലെങ്കിൽ ആസിഫ് അലി ആയിട്ടേ തോന്നും. അതിതാ അവരാ സ്വന്തമായിട്ട് അങ്ങോട്ട് ഇമോഷൻ അങ്ങോട്ട് ഇടും. ആ സമയത്ത് നീ മോഹൻലാലിനെ എടുത്ത് വെച്ച് നോക്കി, മംഗലശ്ശേരി നീലകണ്ഠം വേറെ നാണ്, സ്ഫടികത്തില് നാടുതോമ വേറെ സ്റ്റൈലാണ്, 10 എടുത്താൽ 10 സ്റ്റൈലാ. ആ പുള്ളി മാത്രമാണോ ഞാൻ നോക്കിയിട്ട് മലയാള സിനിമയിൽ ശരീരം വാടക കൊടുക്കുന്ന ആളുകൾ. ഏത് കഥാപാത്രം പറഞ്ഞാലും ആ കഥാപാത്രത്തിന്റെ ശരീരത്തിലേക്ക് കയറ്റിയിട്ട് പെർഫോമൻസ്. അല്ല, ഭ്രാന്തില്ലാത്തവനെ അഭിനേതാവെന്ന് എങ്ങനെ പറയും? മുതുഭ്രാന്ത് വേണം. 4 മണി 5 മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ യാത്രക്കാരുടെ മക്കളാ അതിനകത്ത് എടാ ആ കരവുണ്ടോ എടാ